ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾക്ക് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി വളരെ വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ, അതിലേക്ക് 2 ചെറിയ സവോള അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു കടായി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു നുള്ളം പെരുംജീരകം ഇടുക. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് സവോളയും കൂടെ ചേർക്കുക. സവോള നന്നായിട്ട് പെട്ടെന്ന് വാടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. സവോള നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് വാടി വരാൻ വേണ്ടി ഒരു അടച്ചു വെക്കുക. നന്നായിട്ട് വഴണ്ട സവോളയിലേക്ക് പൊടികൾ ചേർക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട ശേഷം മസാലയെല്ലാം ചിക്കനകത്ത് തള്ളാൻ വേണ്ടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. മസാലയെല്ലാം നല്ലപോലെ യോജിപ്പിച്ച ശേഷം
കുറച്ച് ചിക്കൻ വേകുവാൻ ആവശ്യമായ കുറച്ച് വെള്ളമൊഴിച്ച് മൂടി വെച്ച് വേവിക്കുക. ചിക്കനെല്ലാം പകുതി വെന്ത ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങ അരച്ചത് കൂടെ ചേർക്കുക. 2 സ്പൂൺ തൈര് കൂടെ ചേർക്കുക. നല്ലപോലെ യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് സമയത്തിന് ശേഷം ചിക്കനെല്ലാം നല്ലപോലെ വെന്തോന്ന് നോക്കുക. ചിക്കനെല്ലാം വെന്ത് ചാറെല്ലാം കുറുകി വരുമ്പം മല്ലിയിലയോ പുതിനയിലയോ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കുറുമ റെസിപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്.